എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുക കനകയും നയനയും നവ്യയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നന്ദുവിനെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും നേരമായിട്ട് നന്ദുവിനെ കാണുന്നില്ല. അങ്ങനെ കനക പറയുന്നുണ്ട്, ഈ അസമയത്ത് ഇവർക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവിടെ ഫ്രണ്ട്സിനുമായിട്ട് കറങ്ങാൻ പോകാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ സാധാരണ പെൺകുട്ടികളെ പോലെയല്ല, അത്രയ്ക്ക് ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ ശത്രുക്കളാണല്ലോ. അതുപോലെ തന്നെ അനാമികയുടെ അച്ഛനും അവരെ ആൾക്കാരൊക്കെ എവിടെ ഒറ്റയ്ക്ക് പോകുന്നത് നോക്കിയിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നയന പറയുന്നുണ്ട്, എനിക്ക് അതൊന്നും അല്ല ടെൻഷൻ, അവളെ ഫ്രണ്ട്സിനോടൊപ്പമാണ് പോയിരിക്കുന്നത്, ഇനി അനി അവിടെ കാത്തിരിപ്പുണ്ടോ എന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയണം, അങ്ങനെയാണെങ്കിൽ അമ്മ അവളെ വിടരുതായിരുന്നു, അമ്മ പോകണ്ടെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നിനക്ക് പറഞ്ഞുകൂടായിരുന്നു, നീയും പറയാത്ത എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളാര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് അച്ഛൻ തന്നെ പറയണം, അമ്മ അച്ഛനോടാണ് പറയേണ്ടത്, അവളുടെ അടുത്ത് നന്നായി ചൂടായിട്ട് സംസാരിച്ചാലേ അവൾ ഇനി അനുസരിക്കുകയുള്ളൂ, അല്ലാതെ നമ്മളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ അവർ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തേക്കും നന്ദു വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് കനക, നിനക്ക് ഇത്രയും നേരം നീ എവിടെ പോയിരുന്നു, നിനക്ക് സമയം പോകുന്നതെന്ന് അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല രാകേഷിൻ്റെ വീട്ടിലായിരുന്നു പോയത്, അവിടെ ഇങ്ങനെ ആഘോഷങ്ങളും പടക്കം പൊട്ടിക്കലും ഒക്കെ ആയതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നനേജ് പറയുന്നുണ്ട്, എന്നാലും ഇത്രയും ലേറ്റ് ആവുന്നേരം നീ എന്തെടുക്കുമായിരുന്നു, നിനക്ക് അറിയില്ലേ എന്നൊക്കെ, അവിടെ അനി ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴെന്ന് പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെയും പറയുകയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തും നന്ദുവിൻ്റെ മുഖത്തൊരു കള്ളലക്ഷണം പോലെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇത് കനക പറയാണ്, നിന്നെ പോലീസ് ക്യാമ്പിൽ വിടുന്നത് പോലീസ് ആകാനല്ല, കള്ളിയാവാനല്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്, നീ ഒന്ന് വന്നേന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെ വിളിച്ചുകൊണ്ട് നയന അങ്ങ് പോവേണം കേട്ടോ ചെയ്യുക. നയന നന്ദുവിനെയും കൊണ്ട് റൂമിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, സത്യം പറയേ, നീ അനി വിളിച്ചിട്ടല്ലേ പോയത്, അനി ഉണ്ടായിരുന്നില്ലേ അവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഇല്ല ചേച്ചി അനി ഇല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വിഷു ആണെന്നൊന്നും ഞാൻ നോക്കില്ല, അതുപോലെ തന്നെ നീ ട്രെയിനിങ് ക്യാമ്പിൽ പോവുകയാണെന്നും ഞാൻ നോക്കില്ല, നല്ല കാരണത്ത് ഞാൻ തന്നെ നല്ലത് തരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, നീ അനി അവിടെ വന്നതിനുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഇനി പറ, നീ സത്യം പറയുക, അനി അവിടെ ഇല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അനി വിളിച്ചിട്ടല്ലേ നീ പോയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയാണ്, അതെ അനി വിളിച്ചായിരുന്നു, പിന്നെ ഞാൻ ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ മദ്യപിച്ച് പിന്നെ വീട്ടിൽ പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. നമ്മൾ ഇത്രയും പേര് പറഞ്ഞിട്ടും നീ എന്താ അനുസരിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അവന് അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല, അവൻ അതല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവന് നല്ല വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ആ വിഷമത്തിൻ്റെ കാരണം നീയാണെന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, അതെന്താ നീ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നന്ദു. അപ്പോഴത്തേക്കും പറയണ, അതെന്തോ ആയിക്കോട്ടെ, നീ എന്താ ഇങ്ങനെ നമ്മൾ ആര് പറഞ്ഞാലും നീ കേൾക്കാത്തത്, ഇനി ഞാൻ അവർക്ക് വാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് നീ ഇനി പോകില്ല എന്ന്, ഇനി അങ്ങനെ ആ വാക്ക് തെറ്റിക്കുകയാണെങ്കിൽ ഇനി ഞാൻ പിന്നെ നിനക്ക് ഞാൻ എന്ന് ചേച്ചിയില്ലെന്ന് വേണം നീ കരുതിക്കോളാൻ എന്നൊക്കെ പറഞ്ഞ് നല്ല ദേഷ്യത്തിൽ നയന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നയന അങ്ങ് പോവുകയാണ് ചെയ്യുക. അടുത്തായിട്ട് അനന്തപുരിയാണ് കേട്ടോ കാണിക്കുക. അങ്ങനെ അനി അവളുടെ വീട്ടിലെത്തുമ്പോഴത്തേക്കും ദേവേനെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, എത്ര മണിയായെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, 11 മണിയായി, 10 മണിക്ക് മുമ്പേ ഇവിടെ എത്തണമെന്നല്ലേ മുത്തച്ഛനൊക്കെ പറഞ്ഞിട്ടുള്ളത്, നീയൊക്കെ വളർന്നതിന് ശേഷമാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇത്രയും സമയം എവിടെ പോയതാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അത് ഞാൻ ഫ്രണ്ട്സിനോടൊപ്പം പുറത്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏത് ഫ്രണ്ട്സ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് രാകേഷും വിഘ്നേഷിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അതിന് അവർ നിൻ്റെ ഫ്രണ്ട്സ് അല്ലല്ലോ, അത് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയണ, ഇല്ല അവരിപ്പോൾ എൻ്റെ ഫ്രണ്ട്സും കൂടെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളുമായിരുന്നോ, വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയില്ല, അവർ രണ്ടുപേരും മാത്രമേ ഉള്ളുമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ദേവാനെ ഒരു അടി ഒരുക്കുകയാണ് കേട്ടോ, കാരണത്ത് തന്നെ അനിയുടെ. അപ്പോഴത്തേക്കും എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ കള്ളം പറഞ്ഞാൽ ഇതാണ് മുത്തച്ഛനും ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അല്ല അതിൻ്റെ കൂടെ നന്ദു ഇല്ലായിരുന്നു, എല്ലാം അറിഞ്ഞിട്ട് തന്നെ
അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് മറ്റന്നാൾ അവൾ ട്രെയിനിങ് ക്യാമ്പിൽ പോവുകയാണ്. അതിനു മുമ്പ് നയന അവൾക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുത്തെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആദർശം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തന്നെ അവിടെ നിൻ്റെ പിറകെ പിന്നെയും വരികയാണെങ്കിൽ അവിടെ അഹങ്കാരമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നിന്നെയും അതുപോലെ തന്നെ ഞങ്ങൾ എത്രമാത്രം പറയുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്, എന്നിട്ട് പിന്നെയും നീ അവിടെ പിറകെ എന്തിനാണ് പോകുന്നത്? അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അനാമിക മോൾ പറയുന്നതൊക്കെ സത്യമല്ലേ? നീ അവളെ 1% പോലും സ്നേഹിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ് അവൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല വല്യമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ് അവിടെ നിനക്ക് വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുന്ന കാര്യമൊക്കെ നീ മറന്നുപോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ് അതൊന്നും അങ്ങനെയൊന്നും അവിടെ ഉറക്കമൊന്നും ഒഴിച്ചിരിക്കില്ല, വല്യമ്മ വേണമെങ്കിൽ പോയി നോക്കിക്കോ, അവിടെ കൂർക്കം വലിച്ചിടുന്ന് ഉറങ്ങുമായിരിക്കും, അവൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ് അതെങ്ങനെ സ്നേഹിക്കും, നീ കല്യാണം കഴിഞ്ഞിട്ടും വേറെ പെണ്ണുങ്ങളെ പിറകെ പോകുമ്പോൾ അവളെ സ്നേഹിക്കാത്ത ഒരുത്തിന് വേണ്ടി അവിടെ ഉറക്കമൊഴിച്ചിരിക്കുന്നു എന്നാ നീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നല്ല രീതിയിൽ വഴക്ക് കൊടുക്കണം കേട്ടോ ദേവയാനി. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട് അവളെ അച്ഛനും അമ്മയ്ക്കും അവളൊക്കെ വേറെ ഉദ്ദേശത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലാതെ അവൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ് അതൊന്നും നീ ഇങ്ങനെ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാര്യം നീ ഇങ്ങനെ അവിടെ ഓരോ കുറ്റങ്ങൾ അവളെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുന്നതല്ലേ, നീ ഒന്ന് സ്നേഹിച്ച് നോക്ക് എന്നിട്ടല്ലേ ബാക്കി കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി ഒന്നും മിണ്ടുന്നില്ല. അവൾക്ക് എന്നോട് ഒരു തരത്തിലുള്ള സ്നേഹവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ബെഡ്റൂമിനകത്ത് രണ്ടായിട്ടാണ് കഴിയുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയോട് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അനി അങ്ങ് പോകാൻ പോകുമ്പോൾ ദേവയാനി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ പറയാനായിട്ടോ, നീ കള്ളം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തല്ലേണ്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ, നിൻ്റെ ജീവിതം ഇങ്ങനെ പോകുന്നതിൽ നല്ല വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അപ്പോൾ പറയാണ് ഇല്ല അതൊന്നും കുഴപ്പമില്ല വല്യമ്മ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്യുക. അനിയകത്തേക്ക് വരുമ്പോഴത്തേക്കും ആദർശ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് എടാ നീ ഇങ്ങോട്ടൊന്ന് വന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനിയുടെ മുഖം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ആദർശ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിൻ്റെ മുഖത്ത്, എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അനി ഇങ്ങനെ കവളിൽ കൈയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചോദിക്കുകയാണ് നിൻ്റെ ആരെങ്കിലും തല്ലിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആരാ തല്ലിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് തല്ലാൻ അർഹതയുള്ളവർ തന്നെയാണ് തല്ലിയത്, എന്നാലും ആരാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് വല്യമ്മയെ തല്ലിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് അമ്മയോ, അമ്മ എന്തിനാ നിന്നെ തല്ലിയത്, എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട് കേട്ടോ, നമ്മൾ ഫ്രണ്ട്സിലാരും കൂടെ ഒത്തുകൂടിയായിരുന്നു, അവിടെ നന്ദുവും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വല്യമ്മേനെ തല്ലിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശം പറയണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ കാത്തിരുന്നത്, നയനെ വിളിച്ചെല്ലാം എന്നോട് പറഞ്ഞായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ തല്ലേണ്ടതല്ല അമ്മ തല്ലിയത്, അമ്മ എങ്ങനെ അറിഞ്ഞു എന്നോ എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് നിന്നോട് 1000 തവണ പറഞ്ഞതല്ലേ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നതോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ അനാമികയുടെ കുറേ കുറ്റങ്ങൾ പറയുന്നുണ്ട്. ഫോണിൽ ചാറ്റ് ഉണ്ടെന്നും അതുപോലെ തന്നെ അവൾ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോകാറുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. പിന്നെ പഴയ കാലങ്ങൾ അന്വേഷിച്ചാൽ അത്ര നല്ലതൊന്നും അല്ല അവളെക്കുറിച്ചുള്ള അഭിപ്രായം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നീ അവളെ ഓരോ കുറ്റങ്ങൾ പറയുന്നതല്ലേ, അതൊക്കെ കല്യാണത്തിന് മുമ്പുള്ള കാര്യങ്ങളല്ലേ, കല്യാണത്തിന് ശേഷം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ പറയാണ് അത് നമ്മളാരും അറിയാതെ അവൾ ഇപ്പോഴും ക്ലബ്ബിലൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയാണ് അതൊക്കെ നീ വെറുതെ ഓരോ അവളെ കുറ്റം ചാർത്തുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാനെങ്ങനെ പോയാലും അവൾക്കൊന്നുമില്ല, പിന്നെ അവളൊരു വീട്ടിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നന്ദുവിൻ്റെ കാര്യം വലിച്ചിടുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് പറയാണ് എങ്ങനെയെങ്കിലും നീ അവളെ അഡ്ജസ്റ്റ് ചെയ്ത് അത് കൊണ്ടുപോവുകയല്ലേ ചെയ്യാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ജീവിതം പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനി ഭയങ്കര വിഷമിച്ച് നല്ല സങ്കടത്തോടെ തന്നെ മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് രാത്രിയിൽ നയനയും നന്ദുവൊക്കെ ഒരു റൂമിലാണ് കേട്ടോ കിടന്നുറങ്ങുക. അപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ അവിടെ അനന്തപുരിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ അനി ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് ഗുഡ് നൈറ്റ് എന്നൊക്കെ നന്ദുവിൻ്റെ ഫോണിലേക്ക്. അപ്പോഴത്തേക്കും ഇത് കാണുന്നത് നയനയാണ് കേട്ടോ. അപ്പോഴത്തേക്കും എന്നിട്ട് വിചാരിക്കുന്നുണ്ട്, എടുത്ത് നോക്കുമ്പോൾ അയ്യോ എന്തിനാ അനി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നത്, എന്തിനാ അനാമിക അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഈ പോക്ക് അത്ര ശരിയുള്ള പോക്കല്ല എന്നൊക്കെ ഇങ്ങനെ നയന ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്.
എന്നിട്ട് വിചാരിക്കുന്നത് ഇവർ ഇഷ്ടപ്പെട്ടവരെ തമ്മിൽ പിരിക്കണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ നയന ചിന്തിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അനി റൂമിൻ്റെ പുറത്ത് വന്നതിന് ശേഷം ഫോൺ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയാണ് ഫോണൊക്കെ അങ്ങ് വെച്ചിട്ട് നയന കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. പിറ്റേന്ന് രാവിലെ ഇങ്ങനെ വിഷുക്കണിയൊക്കെ കാണുന്നുണ്ട് എല്ലാവരും. എന്നിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. കനക എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. 3 പേർക്കും കൈനീട്ടമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നയന ചോദിക്കുന്നുണ്ട് അച്ഛൻ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ രാവിലെ വിഷുക്കണിയൊക്കെ കണ്ടതിന് ശേഷം അമ്പലത്തിലോട്ട് പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന ഇങ്ങനെ വെളിയിലോട്ട് വരുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.